അപ്പോൾ നമുക്കിന്ന് മൈക്രോവേവിനെ കുറിച്ച് നോക്കാം. ആ റോ ഒന്ന് തെറ്റിപ്പോയി. ആദ്യം മൈക്രോവേവ് കഴിഞ്ഞിട്ടായിരിക്കും കിൻഡൽ വേവ് വരേണ്ടായിരുന്നത്. പക്ഷെ എന്ത് ചെയ്യാം, നമ്മൾ ആദ്യമേ കിൻഡൽ വേവാണ് നമുക്ക് കൂടുതൽ സെയിലും എൻക്വയറി ഉള്ളത് കൊണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ആ വീഡിയോ ചെയ്ത് ഇന്നലെ ആ വീഡിയോ ചെയ്ത്. ഇന്നിപ്പോൾ നമുക്ക് മൈക്രോവേവിനെ കുറിച്ച് നോക്കാം. മൈക്രോവേവ് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ബ്രെഡ് വേവ് എന്ന് പൊതുവെ അറിയപ്പെടുന്നുണ്ട്. ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്, ഒരുപാട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇത് നമുക്ക് എങ്ങനെ വീണ്ടും ഡെവലപ്പ് ചെയ്തെടുക്കാം. മൈക്രോവേവ് നമ്മൾ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മളിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ എങ്ങനെ വീണ്ടും നിങ്ങൾക്ക് അതിൽ നിന്ന് അടുത്ത കൾച്ചർ ഉണ്ടാക്കി എടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പം മൈക്രോവേവ്സ് നമ്മൾ മദർ കൾച്ചർ വേണ്ട ഒരു കൾച്ചറാണ്. മദർ കൾച്ചർ വാങ്ങിച്ച ശേഷം നമുക്ക് ടിന്ന് നമ്മൾ ഇന്നലെ കാണിച്ചിരുന്നു, അതേപോലത്തെ ടിന്ന് തന്നെ എടുക്കുക. ചെറിയ ഹോളും ബാക്കി കാര്യങ്ങളും. ഈ ഇന്നലെ നമ്മൾ ഇതിൽ ഗ്രിൻഡൽ വേവില് ചകിരിച്ചോറാണ് പറഞ്ഞിരുന്നുണ്ടെങ്കിൽ അതിന്റെ മീഡിയ ചകിരിച്ചോറാണെന്നുണ്ടെങ്കിൽ ഇതിൽ ബ്രെഡാണ് വരുന്നത്. നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡാണ് ഇതിൽക്കുള്ളിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബ്രെഡ് ഉപയോഗിച്ചിട്ടാണ് ഇത് അടുത്ത കൾച്ചർ ചെയ്യേണ്ടത്. അപ്പോൾ പാല് യൂസ് ചെയ്യുന്നവരുണ്ട്. നമ്മൾ എവിടെയെങ്കിലും മദർ കൾച്ചർ വാങ്ങിച്ച ശേഷം അതേപോലത്തെ ടിന്നിൽ നല്ല ഫ്രഷ് ബ്രെഡിന്റെ വൈറ്റ് പാർട്ട്, നടുക്കുള്ള വൈറ്റ് പാർട്ട് ജസ്റ്റ് ഒരു തുള്ളി പാലും ഈസ്റ്റും ആയിട്ട് മിക്സ് ചെയ്ത വെള്ളത്തിൽ ഇതിനകത്ത് കൂത്ത ശേഷം ഈ വോം ഇതിനകത്ത് വെച്ചാൽ മതിയാകും. തന്നെ ഡെവലപ്പ് ആയിക്കോളും. വളരെ സൺലൈറ്റ് ഒക്കെ ഒരുപാട് കിട്ടുന്ന സ്പേസിൽ വയ്ക്കുന്ന വളരെയധികം കുറയ്ക്കുക. ഒരു അധികം ഷെയ്ഡില്ലാത്ത ഒരുപാട് ഇരുണ്ട സ്ഥലം ആവാൻ പാടില്ല. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സ്പേസിൽ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡെവലപ്പ് ആവും. പലരും കണ്ടിട്ടുണ്ടായിരിക്കും. കാണാത്തവർക്കായിട്ട് എന്റെ വീഡിയോ ഞാൻ ഇൻക്ലൂഡ്. ഇതിൽ ഈ മോളിൽ കാണുന്ന ഈ വോമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മൈക്രോവേവ് എന്ന് പറയുന്നത്. താഴെയുള്ള പാർട്ടാണ് ബ്രെഡിന്റെ പാർട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഷിപ്പ് ചെയ്തോ ബാക്കി കഴിയുമ്പോൾ കുലുങ്ങിയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ മോളിൽ കയറും. നമ്മൾ എടുക്കേണ്ട വോമ് ഇതാണ്, ഈ മോളിൽ വരുന്ന വോമാണ്. ഇതൊരു ബഡ്സോ അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റിക്കോ എന്തെങ്കിലും യൂസ് ചെയ്ത് എടുത്ത ശേഷം ഫ്രഷ് വാട്ടറിലേക്ക് കൊണ്ടുവന്ന് കഴുകിയ ശേഷം, കഴുകുക എന്നുള്ളതല്ല, ഫ്രണ്ടിലുള്ള എന്തെങ്കിലും ബ്രെഡിന്റെ പാർട്ടിക്കിൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റി ശേഷം ഫീഡ് ചെയ്യാം. മൈക്രോവേവ് ഒരുപാടായി കഴിഞ്ഞാൽ വെള്ളത്തിൽ പാട കെട്ടുന്ന ഒരു രീതി കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് ഫീഡ് ചെയ്യുന്നത് വളരെയധികം ശ്രദ്ധിച്ച് ആവശ്യത്തിന് മാത്രം ക്വാണ്ടിറ്റി മാത്രം കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഒരുപാട് ഫീഡ് ചെയ്ത് വെള്ളത്തിന്റെ മുകളിൽ പാടയൊക്കെ വന്നു കഴിഞ്ഞാൽ വെള്ളമോ എയറോ ആയിട്ടുള്ള ബന്ധമൊക്കെ പോകും. എയറേഷനായോ കൊടുക്കാത്ത ചെറിയ ടാങ്കുകളാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാരണം കൊണ്ട് തന്നെ മീനിൽ ലോസ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ മൈക്രോവേവ് കൊടുക്കുന്നവർ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക. ഓക്കെ.